അസ്സലാമു നമസ്കാരം. ഇന്ന് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ലോ ഫ്ലെയിമിൽ ചെറിയൊരു ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. പാൽപ്പൊടി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം മിക്സാണ് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 160 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 400 ml ചിൽഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഫ്രീസറിൽ വെച്ച് കട്ടിയായിട്ടുള്ള പാല് അതൊഴിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. പാൽപ്പൊടി ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കാരമൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത ചോക്ലേറ്റ്, ഇനി ടൂട്ടി ഫ്രൂട്ടി ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പ്ലാസ്റ്റിക് ഇട്ട ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്പ്രിംഗ് പാനിൽ ഒഴിച്ചാലും മതി. അതിൻ്റെ മുകളിലും പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യണം. ഇനി ഇത് 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത് ബിസ്ക്കറ്റ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് മെൽറ്റാക്കിയത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.